കാലത്ത് ജീവിച്ചിരുന്ന ഭക്തനായ ഒരു മനുഷ്യനാണ് ഹാനോക്ക്. 300 വർഷം ദൈവത്തോട് കൂടെ നടക്കുവാനിടയായി. ഓർക്കണം, ഒരാലയമില്ല, നെറ്റില്ല, എങ്കിൽ ടെലിഫോണില്ല, TV പ്രോഗ്രാമില്ല, ബൈബിളില്ല, ഒരു സംവിധാനങ്ങളും ഇല്ലാത്ത കാലത്ത് വിശ്വാസ കണ്ണാൽ ദൈവത്തെ കണ്ടുകൊണ്ട് ദൈവത്തിൻ്റെ കൂടെ നടക്കുവാൻ തയ്യാറായി. പ്രിയമക്കളെ, നിന്നെ സംബന്ധിച്ച് ഒരു സംവിധാനങ്ങളും ഇല്ലെങ്കിലും നിന്റെ ഭക്തി അറിയുന്ന ഒരു ദൈവമുണ്ട്. നിനക്ക് അനുകൂലമായി ഒന്നും പറയാനില്ലെങ്കിലും നിന്റെ അകത്തെ ഭക്തി അറിയുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ അകത്തെ വിശ്വാസം അറിയുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ അകത്തെ താല്പര്യങ്ങൾ, ദൈവത്തെ പ്രസാദിപ്പിക്കുവാനുള്ള താല്പര്യങ്ങൾ നന്നായിട്ട് അറിയുന്നൊരു ദൈവമുണ്ട്. അവൻ നിന്നെ മാനിക്കും. അവൻ നിന്നെ ഉടലോടെ സ്വർഗത്തിലേക്ക്, നന്മയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കട്ടെ. 65-ാമത്തെ വയസ്സിൽ ഹാനോക്ക് മെഥൂശലേഹ് എന്ന മകന് ജന്മം കൊടുത്തു. ആ ജന്മം കൊടുത്ത ശേഷം 65 വയസ്സ് മുതൽ 365 വയസ്സ് വരെ ദൈവത്തോട് കൂടെ നടക്കുവാൻ തയ്യാറായി. എനിക്ക് വളരെ ചിന്തനീയമായി തോന്നിയൊരു കാര്യം അവിടെ ഉണ്ട്. ഇവിടെ വായിക്കുന്നു, ഹാനോക്ക് 22-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഹാനോക്ക് മെഥൂശലഹിനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോട് കൂടെ നടക്കുകയും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു. ദൈവത്തോട് കൂടെ നടക്കുമ്പോൾ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കാൻ കഴിയുമോ? കഴിയും. ഒരാമൻ പറഞ്ഞാട്ടെ. അത് പാപമായിട്ടല്ല ദൈവം കാണുന്നത്. നമ്മളൊക്കെ ചിന്തിക്കും, ആ സ്ത്രീകളെ നോക്കാതെ, അല്ലെങ്കിൽ ഭാര്യയുമായിട്ടൊരു ബന്ധവുമില്ലാതെ, കുടുംബത്തിൽ യാതൊരു ബന്ധവുമില്ലാതെ ഇങ്ങനെ ദൈവത്തോട് ചേർന്ന്, അതൊന്നുമല്ല കൂടെ നടക്കുന്നത്. കുടുംബത്തിൻ്റെ കാര്യം നോക്കുമ്പോഴും ദൈവത്തോട് കൂടെ നടക്കുവാൻ കഴിയും. കുടുംബത്തിൻ്റെ ഉയർച്ചയ്ക്കായി പ്രവർത്തിക്കുമ്പോഴും ദൈവത്തോട് കൂടെ നടക്കും. അതാണ് യഥാർത്ഥമായി ദൈവത്തോട് കൂടെയുള്ള നടപ്പ്. നീ മുഖാന്തരം നിന്റെ കുടുംബം അനുഗ്രഹം പ്രാപിക്കണം. നീ കുടുംബ മുഖാന്തരം പുത്രിമാരും പുറത്തു വരണം. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കട്ടെ. 300 വർഷം ദൈവത്തോട് കൂടെ നടന്നു. ദൈവത്തിന് അവനെ ഇഷ്ടമായി. ദൈവം എന്ത് ചെയ്തു? അവനെ സ്വർഗത്തിലേക്ക് എടുത്തു, മരണം കൂടാതെ. ഇന്ന് ഏറ്റവും അധികം ആയുസ്സുള്ള വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ഹാനോക്കാണ്. കാര്യം എന്താണ്? ഇതുവരെയും പുള്ളിക്കാരൻ മരിച്ചിട്ടില്ല, ജനിച്ചിട്ട് ഇതുവരെയും മരിച്ചിട്ടില്ല. അതുകൊണ്ട് ഏറ്റവും ആയുസ്സുള്ള വ്യക്തി ആരാണ്? ഹാനോക്കാണ്. അപ്പോൾ തന്നെ ഭൂമിയിൽ ഏറ്റവും ആയുസ്സുള്ള വ്യക്തി ആരാണ്? മെഥൂശലേഹ്. 969. ആരുടെ മകനാണ്? ഹാനോക്കിന്റെ മകനാണ്. വലിയ മർമ്മങ്ങൾ അതിനകത്ത് ഉൾക്കൊള്ളുന്നുണ്ട്. എന്താണ്? നീ ദൈവത്തോട് കൂടെ നടന്നാൽ നിന്റെ തലമുറയുടെ ആയുസ് വർദ്ധിക്കും. വിശ്വസിക്കാമെങ്കിൽ ഒന്ന് കരങ്ങളെ ചേർത്തടിച്ചാട്ട്. നീ ദൈവത്തോട് കൂടെ നടന്നാൽ നിന്റെ തലമുറ മാനിക്കപ്പെടും, അനുഗ്രഹം പ്രാപിക്കും. വിശ്വസിക്കുന്നവർക്ക് ദൈവത്തെ സ്തുതിക്കട്ടെ. ഹാനോക്കിന്റെ അപ്പന്റെ പേരെന്നറിയാമോ? യാരേദ്. ആയുസ്സിന്റെ കാര്യത്തിൽ 2-ാം സ്ഥാനക്കാരനാണ് ആര്? യാരേദ്. 1-ാം സ്ഥാനക്കാരൻ മെഥൂശലേഹ്, 2-ാം സ്ഥാനക്കാരൻ യാരേദ് എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ആയുസ് എഴുതിയത്. യാരേദ് ആരാണ്? ഹാനോക്കിന്റെ അപ്പനാണ്. നീ ദൈവത്തോടു കൂടെ നടന്നാൽ നിന്റെ മാതാപിതാക്കന്മാർ അനുഗ്രഹം പ്രാപിക്കും. വിശ്വസിക്കുക. കരങ്ങളെ ചേർത്തടിച്ചാണ്. നീ ഒരു അനുഗ്രഹമാകട്ടെ. ദൈവത്തോട് കൂടെ നടക്കാം. പ്രാർത്ഥനയിൽ ദൈവത്തോട് കൂടെ നടക്കാം. ആരാധനയിൽ ദൈവത്തോട് കൂടെ നടക്കാം. ദൈവത്തിന് കൊടുക്കുന്ന കാര്യത്തിൽ ദൈവത്തോട് കൂടെ നടക്കാം. ആലയം പണിയുന്ന കാര്യത്തിൽ ദൈവത്തോട് കൂടെ നടക്കാം. വിശ്വാസം പങ്കുവെക്കുന്ന കാര്യത്തിൽ ദൈവത്തോട് കൂടെ നടക്കാം. നീ ഒരു അനുഗ്രഹമാകട്ടെ. നിന്റെ മാതാപിതാക്കന്മാർക്ക്, തലമുറയ്ക്ക് നീ ഒരു അനുഗ്രഹമായി തീരട്ടെ. 2025 ദൈവത്തോട് കൂടെ നടക്കുക. 2-ാമത്തെ കാര്യം, ദൈവത്തോട് മല്ലുപിടിക്കണം. വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം 28-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം 28-ാമത്തെ വാക്യം. ദൈവത്തോട് മല്ലുപിടിക്കണം. നീ ദൈവത്തോടും മനുഷ്യരോടും മല്ലുപിടിച്ച് ജയിച്ചതുകൊണ്ട് നിന്റെ പേർ ഇനി യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും എന്ന് അവൻ പറഞ്ഞു. നോക്കുക, യാക്കോബിന്റെ ചരിത്രം. യാക്കോബ് ആരാണ്? ലോകപ്രകാരം ഒരു ചതിയനാണ്.
കാര്യം എന്താണ്? ഒരു പായസം കൊടുത്ത് ജ്യേഷ്ഠാവകാശം പിടിച്ചു വാങ്ങിയ ഒരു അനിയൻ വീണ്ടും അപ്പന്റെ കയ്യിൽ നിന്ന് അനുഗ്രഹം കവർന്നെടുത്ത, മൂത്ത മകന് കിട്ടേണ്ട അനുഗ്രഹം കവർന്നെടുത്ത ഇളയ മകൻ ചതിയൻ. പക്ഷേ ഒരു പ്ലസ് പോയിന്റ് ഞാൻ പറയട്ടെ, അവന് ഒരു താല്പര്യമുണ്ടായിരുന്നു, എനിക്ക് അനുഗ്രഹം പ്രാപിക്കണം. ഇവിടെയാണ് നിന്റെ ഉയർച്ച. എന്റെ താല്പര്യം എന്താണ്? ഞാൻ സേവിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണ്. എന്നെ മാനിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ആ ദൈവത്താൽ, എൻ്റെ ദൈവത്താൽ ഒരു നല്ല ഉയർച്ചയിലേക്ക് എനിക്ക് വരണം. എൻ്റെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ പോകുമ്പോൾ എനിക്ക് വേണ്ടി ദുർഘടങ്ങളെ നിരപ്പാക്കുന്ന ഒരു ദൈവമുണ്ട്. അറിയാത്ത വഴികൾ എനിക്ക് വേണ്ടി തുറക്കുന്ന ഒരു ദൈവമുണ്ട്. ഫറവോന്റെ ശക്തികളെ തകർത്തിട്ട് രാജാക്കന്മാരെ അനുകൂലമാക്കുന്ന ഒരു ദൈവമുണ്ട്. എനിക്ക് ഒരു ഉയർച്ച അവകാശമാക്കണം. പ്രിയ മക്കളെ, ഒരു കാര്യം വ്യക്തമായി പറയട്ടെ, വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ലോകത്ത് ആർക്കാണ് ഏറ്റവും അധികം ഉയർത്തപ്പെടാൻ സാധ്യതയുള്ളതെന്ന് ചോദിച്ചാൽ ഒരു ദൈവമകനാണ്. ഒരാമേൻ പറഞ്ഞാട്ടെ. പക്ഷേ നമ്മുടെ കുഴപ്പം എന്താണ്? നമുക്ക് ആഗ്രഹങ്ങളില്ല, നമുക്ക് താല്പര്യമില്ല, നമുക്ക് ഉള്ളത് കൊണ്ടങ്ങ് കഴിഞ്ഞുകൂടിയാൽ മതി. ഇതൊക്കെ മതി പാസ്റ്ററെ. ഇല്ല, നിന്റെ ദൈവം അസാധാരണ ദൈവമാണ്. നിന്നെ മാനിക്കുവാൻ അവന് ശക്തിയുണ്ട്. അബ്രഹാം ഒതുങ്ങിക്കൂടിയില്ല, ഇസഹാക്ക് ഒതുങ്ങിക്കൂടിയില്ല, യാക്കോബ് ഒതുങ്ങിക്കൂടിയില്ല, ദാനിയേൽ ഒതുങ്ങിക്കൂടിയില്ല, ദാവീദ് ഒതുങ്ങിക്കൂടിയില്ല, നെഹമ്യാവ് ഒതുങ്ങിക്കൂടിയില്ല, മൊർദെഖായി ഒതുങ്ങിക്കൂടിയില്ല, പത്രോസ് ഒതുങ്ങിക്കൂടിയില്ല. മുന്നോട്ട് എൻ്റെ ദൈവത്തിന് കഴിയും എന്നെ മാനിക്കുവാൻ, എന്നെ അത്ഭുത വിഷയമാക്കി മാറ്റുവാൻ. ഈ ദുർഘട സമയങ്ങളിലും എനിക്ക് അനുകൂലമായി പ്രവർത്തിച്ച് എന്നെ മാനിക്കുവാൻ ദൈവത്തിന്, എന്നെ ഏത് അടിമത്തങ്ങളെയും തകർക്കുവാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്. ഒരു വലിയ വിശ്വാസം നിന്റെ അകത്ത് ഭരിക്കട്ടെ. നിന്നെ മാനിക്കുവാൻ അവന് 1000 വഴിയുണ്ട്, നിന്നെ ഉയർത്തുവാൻ അവന് 1000 വഴിയുണ്ട്. അവൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ, അവൻ നിന്നെ വിടുവിക്കുന്ന, അടിമത്തങ്ങളെ തകർത്ത് പ്രവാസങ്ങളെ തകർത്ത് നിന്നെ ഉയർപ്പിക്കാൻ അവന് ശക്തിയുണ്ട്. യാക്കോബ് അനുഗ്രഹം പിടിച്ചു വാങ്ങി. നമ്മളും അനുഗ്രഹം പിടിച്ചു വാങ്ങണം. ഒരാമേൻ പറഞ്ഞാട്ടെ. ഓർക്കുക, നീ അനുഭവിക്കേണ്ട നന്മകൾ പിശാച് മോഷ്ടിച്ചു വച്ചിരിക്കുകയാണ്. പിശാച് ബലവാനാണ്. ബലവാനെ പിടിച്ചു കെട്ടണം. എന്നിട്ട് അവൻ കവർന്നെടുത്തത് മടക്കിയെടുക്കണം. അനുമതി വേണ്ട. മക്കളെങ്കിലോ അവകാശികൾ. ഒരാമേൻ പറഞ്ഞാട്ടെ. വിശ്വാസത്തിന്റെ അളവ് വർദ്ധിക്കട്ടെ. മക്കളെങ്കിലോ അവകാശികൾ. നിന്റെ അവകാശമാണ് സകല ബുദ്ധിയും കവിയുന്ന സമാധാനം. നിന്റെ അവകാശമാണ് അടിപ്പിണരാൽ സൗഖ്യം. നിന്റെ അവകാശമാണ് ദീർഘായുസ്. നിന്റെ അവകാശമാണ് ആരോഗ്യം. നിന്റെ അവകാശമാണ് ബഹുമാനം. നിന്റെ അവകാശമാണ് മാന്യത. നിന്റെ അവകാശമാണ് നല്ല വിദ്യാഭ്യാസം. നിന്റെ അവകാശമാണ് നല്ല സവനുകൾ. നിന്റെ അവകാശമാണ് ഭാവി പ്രത്യാശ. നിന്റെ അവകാശമാണ് തലമുറയുടെ അനുഗ്രഹം. അത് നീ പ്രാപിച്ചെടുക്കണോ. അങ്ങനെ ദൈവത്തെ വെളിപ്പെടുത്തണം. പക്ഷേ ഇതാ കാര്യങ്ങൾ മാറി മറിയുകയാണ്. ഏശാവ് ദേഷിച്ചു. എങ്ങനെയെങ്കിലും യാക്കോബിനെ കൊല്ലണം. അമ്മയപ്പനും പറഞ്ഞു, സ്ഥലം വിട്ടോ, ഇനി നിന്നാ നിന്റെ കാര്യം പോക്ക. കയ്യിൽ എന്തുണ്ട്? ഒരു വടി മാത്രം. ഒരാമേൻ പറഞ്ഞാട്ടെ. വാഗ്ദത്തം അകത്ത് ശേഷിക്കുന്നുവെങ്കിൽ ഒരു വടി മാത്രം മതി. അധികം ഒന്നും വേണ്ട. നിന്നെ മാനിക്കുവാൻ ദൈവത്തിന് കഴിയും. ഒരു വടി മാത്രമേ യാക്കോബിന്റെ കയ്യിലുള്ളൂ. അവൻ യോർദാൻ കടന്നു മുന്നോട്ട് പോകുകയാണ്. ഇതാ 10 പ്രാവശ്യം പ്രതിഫലം മാറ്റുന്ന അവന്റെ അമ്മായിയപ്പൻ. ഇതാ 20 വർഷത്തെ അടിമത്തം. എന്നാൽ ഒരു കാര്യം പറയട്ടെ, അല്പകാലം കഴിഞ്ഞപ്പോൾ അവന്റെ സഹോദരനെ നിർബന്ധിച്ച് അനുഗ്രഹിക്കുമാറ് ഒരു വലിയ അനുഗ്രഹത്തിലേക്ക് യാക്കോബ് ഉയർന്നു വരുവാനിടയായി. പ്രതിഫലം മാറ്റിയവൻ ലജ്ജിക്കുമാറ്, പ്രതിഫലം തള്ളിക്കളഞ്ഞവൻ ലജ്ജിക്കുമാറ് ഒരു അസാധാരണ ഉയർച്ചയിലേക്ക് യാക്കോബ് വരുവാനിടയായി. ഒരു ദിവസം അവന്റെ അപ്പന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ പഴയ പോലല്ല അവന്റെ അപ്പന്റെ മുഖം. അത് വല്ലാതെ
കടന്തൽ കുത്തിയതുപോലെ വീർത്തിരിക്കുന്നു. അവൻ പറയാണ്, ഇവൻ്റെ മുഖം പഴയതുപോലെ അല്ല, പക്ഷേ എൻ്റെ ദൈവത്തിൻ്റെ മുഖം എനിക്ക് അനുകൂലമാണ്. അതാണ് യാക്കോബിന് പറയാനുള്ളത്. ഓ, ലോക മനുഷ്യന്റെ മുഖം പ്രതികൂലമായിക്കോട്ടെ, ചർച്ചക്കാർ പ്രതികൂലമാകട്ടെ, നിനക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്ന സ്വർഗത്തിലെ ദൈവമുണ്ടെങ്കിൽ എന്തിന് ഭയപ്പെടണം, എന്തിന് ഭാരപ്പെടണം? ചുവടുകൾ മുന്നോട്ട്. അവസാനത്തെ കണക്കെടുപ്പിൽ നിന്റെ സമ്പത്തായിരിക്കും വലിയ സമ്പത്ത്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കട്ടെ. യാക്കോബ് പറയാണ്, ഞാൻ ഒരു വടിയോടുകൂടെ യോർദാൻ കടന്നു, എന്നാൽ ഇപ്പോൾ ഞങ്ങൾ 2 കൂട്ടമായിരിക്കുന്നു. യാക്കോബിന് കാര്യം ചെയ്തു. ഏശാവിൻ്റെ അടുക്കിലേക്ക് ദൂതന്മാരെ അയച്ചു. പറഞ്ഞു, എനിക്ക് നിന്നെ കാണാൻ താല്പര്യമുണ്ട്. ഏശാവ് 400 പേരുമായിട്ട് ഇങ്ങോട്ട് പുറപ്പെട്ടു. വാസ്തവത്തിൽ ഏശാവ് യാക്കോബിനെ കൊല്ലാൻ വേണ്ടിയല്ല, സന്തോഷത്തോടെ യാക്കോബിനെ സ്വീകരിക്കാൻ വേണ്ടിയാണ്. പക്ഷേ യാക്കോബ് പേടിച്ചു പോയി. യാക്കോബ് വിചാരിച്ചു 400 പേരുമായിട്ട് എന്ത് ചെയ്യാണ്, എന്നെ കൊല്ലാൻ വരികയാണ്. അവൻ 2 കൂട്ടമായിട്ട് വേർതിരിച്ചു അവൻ്റെ സമ്പത്തിനെ. കാര്യം എന്താണ്? ഒരു കൂട്ടത്തെ ആക്രമിക്കുമ്പോൾ ഒരു കൂട്ടത്തിന് രക്ഷപ്പെടാൻ കഴിയും. പക്ഷേ നടന്ന കാര്യം എന്താണ്? അവനെ സ്നേഹിക്കുവാൻ, ആലിംഗനം ചെയ്യുവാൻ വരികയാണ്. യാക്കോബിന് കാര്യം ചെയ്തു, സമ്മാനം വേർതിരിച്ചു. ഒരമ്മൻ പറഞ്ഞാട്ട് എങ്ങനെയെങ്കിലും അവൻ്റെ സഹോദരനെ അനുനയിപ്പിക്കണം, എങ്ങനെയെങ്കിലും സോപ്പിടണം, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ. അതുകൊണ്ട് എന്ത് ചെയ്തു? സമ്മാനങ്ങൾ വേർതിരിച്ചു. ഞാൻ വായിച്ചത് 1 കോടിയുടെ, ഇന്നത്തെ കണക്കെടുത്താൽ 1 കോടിയുടെ 2 സമ്മാനങ്ങൾ വേർതിരിച്ചു. ഒരമ്മൻ പറഞ്ഞാട്ടെ, ഒരു കൂട്ടത്തെ ആദ്യം വിട്ടു. യാക്കോബ്, ഏശാവ് വരികയാണ്. ഏശാവ് ചോദിച്ചു, ഹലോ, ഇത് എവിടെ കൊണ്ടുപോകുന്നു? ഇത് ഞങ്ങളുടെ യജമാനായ യാക്കോബ് അവൻ്റെ സഹോദരനായ ഏശാവിന് കൊടുക്കുന്ന സമ്മാനമാണ്. 1 കോടിയുടെ സമ്പത്ത്. അല്പം കഴിയുമ്പോൾ അടുത്തത് വരുന്നു. ചോദിച്ചു, ഇതെന്താണ്? ഇതും യാക്കോബ് സഹോദരന് കൊടുക്കുന്ന സമ്മാനമാണ്. നോക്കുക, അത്രയ്ക്ക് ദൈവം അവനെ ഉയർത്തി. അവിടെ ഒരു വാക്ക് ഞാൻ ഇപ്പോഴും പറയാറുണ്ട്, നിർബന്ധിച്ചു കൊടുക്കത്തക്കണം. ഏശാവ് അടുത്തു, യാക്കോബ് എടുത്തു. അവർ കെട്ടിപ്പിടിച്ചു കരഞ്ഞു, ചുംബിച്ച് കരഞ്ഞു. അപ്പോഴാണ് യാക്കോബിന് മനസ്സിലായത്, കൊല്ലാൻ വന്നതല്ല, സ്നേഹിക്കാൻ. പലപ്പോഴും നാം തെറ്റിദ്ധരിക്കുമ്പോൾ, ചില വിഷയങ്ങൾ തെറ്റിദ്ധരിക്കുമ്പോൾ നിന്നെ സ്നേഹിക്കാൻ വരികയാണ്. നീ പറയുന്നു എന്നെ കൊല്ലാൻ നിൽക്കുകയാണ്, തിന്നാൻ നിൽക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിന്നെ കൊല്ലാനല്ല, ആലിംഗനം ചെയ്ത് സ്നേഹിക്കുവാനത്രേ ഞാൻ കാര്യങ്ങളെ ക്രമീകരിക്കുന്നത്. പഴയ യാക്കോബല്ല നീ. യഹോവയാൽ അനുഗ്രഹം പ്രാപിച്ചവനാണ്, കർത്താവിന് വേണ്ടി പ്രതിഷ്ഠിച്ചവനാണ്, ആലയം പണിയുവാൻ ഉടമ്പടി എടുത്തവനാണ്, ദശാംശം കൊടുക്കുവാൻ തീരുമാനമെടുത്തവനാണ്. നിന്നെ മാനിക്കുക ഞാൻ ചെയ്യുന്നത്. ശത്രു തകർക്കാൻ നോക്കിയപ്പോൾ, പ്രതിഫലം മാറ്റിയപ്പോൾ നിന്നെ മാനിച്ച ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അവർ തമ്മിൽ ആലിംഗനം ചെയ്തു. ചോദിച്ചു, ഈ സമ്മാനം ആർക്കാണ്? യജമാനേ, അങ്ങയ്ക്കാണ് ഈ സമ്മാനം. കോടികൾ വിലയുള്ള സമ്മാനം. എനിക്ക് വേണ്ട യാക്കോബേ, എനിക്ക് ആവശ്യം പോലെയുണ്ട്. നോക്കുക, ഏശാവിനെയും ദൈവം അനുഗ്രഹിച്ചു. വാസ്തവത്തിൽ ശാപം കിട്ടിയവനാണ് ആര്? ഏശാവ്. അനുഗ്രഹം മൊത്തം ആർക്ക് കിട്ടി? യാക്കോബിന് കിട്ടി. പക്ഷേ ഇസ്ഹാക്കിന്റെ മകനായതുകൊണ്ട് അവനും അനുഗ്രഹം പ്രാപിച്ചു. ഇതാണ് ദൈവത്തിന്റെ മക്കൾക്കുള്ള പ്രതിഫലം. നീ ശപിക്കപ്പെട്ടവനാണെങ്കിലും നിന്റെ അപ്പൻ ഇസ്ഹാക്കെങ്കിൽ, നിന്റെ അപ്പൻ സ്വർഗത്തിലെ ദൈവമെങ്കിൽ, നിന്നെ മാനിക്കുന്ന ദിവസങ്ങൾ വിദൂരമല്ല. നിന്നെയും അവൻ അനുഗ്രഹിക്കുകയാണ്. തകർന്നു കിടക്കുന്ന നിന്നെയും, പിന്മാറ്റത്തിൽ പോയ നിന്നെയും അവൻ മടങ്ങി വന്ന് യാക്കോബുമായി ഒരു ബന്ധം സ്വീകരിക്കുക, സത്യദൈവവുമായി ഒരു ബന്ധം സ്വീകരിക്കുക. വിശ്വസിക്കുന്നവർ കരങ്ങളെ ചേർത്തടിച്ച് വ്യക്തിയോട്, ഹലോ യാക്കോബേ, എനിക്ക് ആവശ്യം പോലെയുണ്ട്. ഓ, എന്തായാലും അതുകൊണ്ടൊരു കാര്യം ചെയ്യാൻ വേണ്ട, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ഇല്ല, നീ നിർബന്ധിച്ച് നീ ഇത് വാങ്ങിയേ പറ്റൂ. കാര്യം എന്താണ്? അത്രമാത്രം ദൈവം എന്നെ അനുഗ്രഹിച്ചു. നമ്മൾ പലപ്പോഴും പല കാര്യം നമ്മൾ കൊടുക്കാറുണ്ട്. എങ്ങനെയാണ് കൊടുക്കുന്നത്?
കൊടുക്കുമ്പോൾ വാങ്ങിയില്ലെങ്കിൽ സന്തോഷം അല്ലേ? അങ്ങനല്ല, നിർബന്ധിച്ചു കൊടുക്കുമാറ് അത്രമാത്രം അവൻ സമ്പന്നനായി. ഇന്ന് പകൽക്കാലം ഒരു ദൂത് വിളിച്ചു പറയട്ടെ, നിന്റെ ചർച്ചക്കാർക്ക്, നിന്നെ നിന്ദിച്ചവർക്ക്, നിന്നെ തകർത്തിട്ടവർക്ക്, നിന്നെ കളിയാക്കിയവർക്ക് നിർബന്ധിച്ചു കൊടുക്കുമാറ് അവൻ നിന്നെ ഉയർത്തുന്ന ദിവസങ്ങൾ വിദൂരമല്ല. വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ വിശ്വസിക്കുക. നാളുകൾ കഴിയും തോറും നിന്റെ ഗ്രാഫ് ഉയരങ്ങളിലേക്കാണ്, നിന്റെ സമാധാനത്തിന്റെ ഗ്രാഫ് ഉയരങ്ങളിലേക്കാണ്, നിന്റെ വരുമാനത്തിന്റെ ഗ്രാഫ് ഉയരങ്ങളിലേക്കാണ്, സമൃദ്ധിയുടെ ഗ്രാഫ് ഉയരങ്ങളിലേക്കാണ്. നിനക്കൊന്നും ചോർന്നു പോകുന്നില്ല. ചോർച്ചകളെ അടച്ച് നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രിയ മക്കളെ, ഞാനൊരു കാര്യം പറയാൻ പോവാ, ശ്രദ്ധിച്ചു കേൾക്ക്. കർത്താവിനെ അറിഞ്ഞിട്ട് നിങ്ങളുടെ സാമ്പത്തിക നിലവാരങ്ങളിൽ ഇതുവരെ ഒരു ഉയർച്ച വന്നില്ല, ഒരു മാന്യത കിട്ടിയില്ല എന്ന് പറയുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ ഇന്ന് ഈ ശുശ്രൂഷ ഇവിടെ നിർത്തിവെക്കാം. കള്ളം പറയരുത്. പല നിലവാരങ്ങളിൽ നീ ഉയർന്നു, നിനക്കത് മനസ്സിലായിട്ടില്ല. സമൂഹത്തിൽ നീ ഉയർന്നു, ശാരീരികമായിട്ട് നീ ഉയർന്നു, മാനസികമായിട്ട് നീ ഉയർന്നു, ഭൗതികമായിട്ട് നീ ഉയർന്നു, വസ്തുപരമായിട്ട് നീ ഉയർന്നു, ബന്ധങ്ങളിൽ നീ ശക്തിപ്പെട്ടു, അറിയാത്ത വഴികൾ നിനക്ക് വേണ്ടി തുറക്കപ്പെട്ടു. നിന്റെ ഗ്രാഫ് ഉയരങ്ങളിലേക്കാണ്. നിന്റെ ശാപം മുറിഞ്ഞു. പ്രിയ മക്കളെ, ഞാനൊരു പരമാർത്ഥം പറയട്ടെ നിങ്ങളോട്. നിങ്ങളെ ഒരുപാട് അയൽക്കാരെ കാണുന്നുണ്ടല്ലോ, കൂടെ ജോലി ചെയ്യുന്നവരെ. അവിടെ കയ്യിലേക്ക് ഒന്ന് നോക്കണം. കയ്യിൽ ഒരു മുറിപ്പാട് കാണും. മിക്കവരുടെയും കയ്യിൽ ഒരു മുറിപ്പാട് ആത്മഹത്യക്ക് ശ്രമിച്ചതാണ്. കഴുത്തിലോട്ട് നോക്കണം, പൊള്ളൽ കാണും, ദേഹം പൊള്ളി. ഇത് ഒരു പരമാർത്ഥമായ കാര്യമാണ്. നിങ്ങൾ ഇന്നു മുതൽ പഠന വിഷയമാക്കി മാറ്റിയാട്ട്. മിക്ക ദൈവത്തെ അറിയാത്ത വ്യക്തികളും തങ്ങളെ തന്നെ കൊല്ലുവാൻ പലപ്പോഴും ശ്രമിച്ചവരാണ്. നിന്റെ കയ്യിൽ അടയാളമില്ല. കാര്യം എന്താണ്? നിന്നെ ജീവിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. മറികടക്കുവാൻ പ്രാപ്തനാക്കുന്ന ഏതു വിഷയങ്ങളെയും അതിജീവിക്കുവാൻ സഹായിക്കുന്ന ഒരു ദൈവം നിന്റെ കൂടെയുണ്ട്. വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ കരങ്ങളെ ചേർത്ത്, ഞാൻ മരിക്കുകയില്ല, ജീവനോടിരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ഞാനോ എന്നെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണജയം പ്രാപിക്കുന്നു. യാക്കോബ് ഭയപ്പെട്ട് രണ്ട് കൂട്ടത്തെ യാബോക്ക് കടവിനപ്പുറത്തേക്ക് കടത്തിയിട്ട് അവൻ ഒറ്റയ്ക്ക് മുട്ടുമടക്കി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവൻ്റെ അടുക്കൽ ഇറങ്ങി വന്നു. അവൻ്റെ ഏറ്റവും പ്രതികൂല സമയമാണ്. അവൻ്റെ മാനസിക നിലവാരങ്ങളിൽ സ്വന്തം സഹോദരൻ 400 പേരുമായി കൊല്ലാൻ വരുന്നു. സ്വന്തം അമ്മായിയപ്പനെ വെറുപ്പിച്ച് പോകുകയാണ്. സഹായിപ്പാൻ ആരുമില്ല. ഇസഹാക്ക് അല്ലെങ്കിൽ റിബേക്ക അങ്ങ് ദൂരെയാണ്. അവൻ മുട്ടുമടക്കി, മറ്റു വഴികളൊന്നുമില്ല. അവൻ മുട്ടുമടക്കി. ദൈവം അവൻ്റെ അടുക്കൽ ഇറങ്ങി വന്നു. വഴികൾ അടഞ്ഞിരിക്കുന്നുവോ, എല്ലാം പ്രതികൂലമെന്ന് തോന്നുന്നുവോ, മുട്ടുമടക്ക്. ഇത് നല്ല സന്ദർഭമാണ്. ദൈവത്തെ അടുത്തു വരുത്തുവാൻ നല്ല സന്ദർഭമാണ്. മുട്ടുമടക്കുമെങ്കിൽ നിനക്ക് വേണ്ടി മാത്രമായി ദൈവം ഇറങ്ങി വരൂ. നിനക്ക് വേണ്ടി മാത്രമായി ദൈവം ഇറങ്ങി വരൂ. ഒരു പുരുഷൻ വന്ന് മല്ല് പിടിക്കാൻ തുടങ്ങി. പ്രാർത്ഥന ഇല്ല, ഞാൻ നിർത്തുകയില്ല. എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. അവന് മനസ്സിലായി, അവനെ തേടി വന്ന ദൈവ സാന്നിധ്യമാണ്, ദൈവ പ്രവൃത്തിയാണ്. അവൻ പറയുകയാണ്, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. ദൈവം പറയുന്നു, എന്നെ വിട്. നോക്കുക, അവിടെ വായിക്കുന്നു, അവൻ ദൈവത്തോടും മനുഷ്യരോടും മല്ലു പിടിച്ചു. ഹല്ലേലൂയ.
മല്ലു പിടിക്കണം. യെസ്, അമ്മായിയപ്പനോട് അവൻ മല്ലു പിടിച്ചു, ജ്യേഷ്ഠനോട് അവൻ മല്ലു പിടിച്ചു, ദേശക്കാരോട് അവൻ എന്തിന്? അനുഗ്രഹത്തിന് വേണ്ടി, കള്ളത്തരങ്ങൾക്ക് വേണ്ടിയല്ല, തട്ടിപ്പിനല്ല, നന്മയ്ക്ക് വേണ്ടി ദൈവം പറയാണ്, നീ മനുഷ്യരോടും ദൈവത്തോടും മല്ലു പിടിച്ച് ജയിച്ചത് കൊണ്ട് ഇനി നിന്റെ പേര് യാക്കോബ് എന്നല്ല, ഇസ്രായേൽ. ദൈവത്തിന്റെ പ്രഭു നിന്നെ സഹായിക്കുന്ന ഇനി പ്രസ്ഥാനങ്ങളല്ല, സംഘടനകളല്ല, മാതാപിതാക്കന്മാരല്ല, സഹോദരനല്ല, അമ്മായിയപ്പനല്ല. നിന്നെ സഹായിപ്പാൻ ഒരു ദൈവമുണ്ട്. നീ ദൈവത്തിന് വിലയേറിയവനാണ്, സ്വന്തം ജനമാണ്, വീണ്ടെടുക്കപ്പെട്ട ജനമാണ്, രാജകീയ പുരോഹിത വർഗമാണ്. നിനക്ക് വേണ്ടി മാത്രമായി അത്ഭുത വഴികൾ ദൈവം തുറക്കും. വിശ്വസിക്കുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കട്ടെ. ദൈവത്തോട് കൂടെ നടക്കണം, ദൈവത്തോട് മല്ലു പിടിക്കണം, വീണ്ടും ദൈവത്തോട് അപേക്ഷ കഴിക്കണം. 1 ശമൂവേൽ 1:17 വാക്യം. അതിന് ഏലി, സമാധാനത്തോടെ പൊയ്ക്കൊള്ളുക, ഇസ്രായേലിന്റെ ദൈവത്തോട് നീ കഴിച്ച അപേക്ഷ അവൻ നിനക്ക് നൽകുമാറാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. നമുക്കറിയാം ഹന്നയുടെ കാര്യം. ഹന്നയ്ക്ക് മക്കളില്ല, പക്ഷെ ഭർത്താവ് മക്കളെക്കാൾ നന്നായിട്ട് സ്നേഹിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് ഒതുങ്ങിക്കൊടുവാൻ അവൾ തയ്യാറല്ല. എനിക്ക് ഒരു പുരുഷ സന്താനത്തെ വേണം. ഒരാമേൻ പറഞ്ഞാട്ട്. ലോകത്ത് താൽക്കാലിക നന്മകളിൽ നീ ഒതുങ്ങിപ്പോകരുത്. ദൈവം തരുന്ന അസാധാരണ നന്മയ്ക്ക് വേണ്ടി നീ കാത്തിരിക്കണം. നിന്റെ ആഗ്രഹം പോലെ ലോകം പകയ്ക്കട്ടെ, പരിഹസിക്കട്ടെ, നിന്റെ ആഗ്രഹം പോലെ പുരുഷ സന്താനത്തെ തരുവാൻ കഴിവുള്ളൊരു ദൈവമുണ്ട്. ആലയത്തിൽ വന്ന് നിന്റെ വിഷയം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാൻ കഴിയുമെങ്കിൽ, ഇസ്രായേൽ ദൈവത്തോട് അപേക്ഷ കഴിക്കാൻ കഴിയുമെങ്കിൽ, അത്ഭുത വഴികൾ തക്ക സമയങ്ങളിൽ ദൈവം തുറക്കും. അവൾ ഒതുങ്ങിക്കൂടുവാൻ തയ്യാറാ. ഭർത്താവ് പറയാണ്, എന്തിനാ ഹന്നെ കരയുന്നത്? ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ നല്ലതല്ലേ എന്ന് പറഞ്ഞാൽ, പെണ്ണിനേക്കാൾ ആരെ സ്നേഹിച്ചു ഭർത്താവ്? ഹന്നായെ കൂടെ കൂടെ ഉമ്മ കൊടുത്തു, ചുംബനം കൊടുത്തു, കൂടെ കൂടെ കെട്ടിപ്പിടിച്ചു, കൂടെ അവളെ കൂട്ടിക്കൊണ്ട് അവിടൊക്കെ നടന്നു, സ്നേഹം കൊടുത്തു, സമാധാനം കൊടുത്തു. ഇല്ല, ഇതൊന്നും എനിക്ക് പോരാ, എനിക്കൊരു പുരുഷ സന്താനത്തെ വേണം. ഒരു സ്ത്രീ അമ്മയാകുമ്പോഴാണ് യഥാർത്ഥമായി അനുഗ്രഹത്തെ. അതുകൊണ്ട് ഒരു പുരുഷ സന്താനം എനിക്ക് കിട്ടിയേ പറ്റുമോ. അതുകൊണ്ട് ഞാൻ ദൈവത്തോട് മല്ലു പിടിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്, ദൈവത്തോട് അപേക്ഷ കഴിക്കാൻ പോവുകയാണ്. അവൾ ആലയത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറായി. ഒരു കാര്യം ഞാൻ വിളിച്ചു പറയട്ടെ, ആലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചാൽ ഹന്നായുടെ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഒരാമേൻ പറഞ്ഞോട്ടെ. സത്യാലയത്തിൽ വന്ന് നിന്റെ അപേക്ഷ ദൈവത്തോട് കഴിക്കുമെങ്കിൽ, നിന്റെ അപേക്ഷ കേൾക്കുന്ന സത്യദൈവം നിന്നെ അനുഗ്രഹിക്കും. അവിടെയും അവൾക്ക് കാര്യമില്ല. അവിടുത്തെ പുരോഹിതൻ പറയാണ്, ഒരുത്തി മദ്യപിച്ച് വന്നിട്ടിരിക്കുകയാണ്. അവിടെയും നിന്ദകളാണ്. വീട്ടിൽ നിന്ന് ആലയത്തിൽ വന്നപ്പോൾ അവിടെയും നിന്ന. അതുകൊണ്ടൊന്നും അവൾ ഒതുങ്ങിപ്പോയില്ല. അവൾ കർത്താവിൽ തുടർന്നു. നിന്റെ കാര്യം വിളിച്ചു പറയട്ടെ. വീട്ടിൽ നിന്ന് ചർച്ചക്കാർ നിന്ദിക്കുകയാണ്, അയലത്തുകാർ നിന്ദിക്കുകയാണ്, പള്ളി വന്നപ്പോൾ അവിടെയും ചെന്ന്. അതുകൊണ്ടൊന്നും ഭാരപ്പെടരുത്. നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ ഉയർത്തുന്ന ഒരു ദിവസമുണ്ട്. Only believe, only believe. ആലയത്തിൽ വന്ന് നിന്റെ അപേക്ഷ ദൈവത്തോട് കഴിക്കുക. ആലയത്തിൽ വന്ന് നിന്റെ വിഷയം ദൈവത്തോട് പറയുക. അത്ഭുത വഴികൾ തക്ക സമയങ്ങളിൽ വെളിപ്പെടും. ഞാൻ ഇന്നലെ വചനം വായിച്ചപ്പോഴേ എനിക്ക് അല്പം ചിന്തനീയമായിട്ടൊരു കാര്യമുണ്ട്. അബ്രഹാമുണ്ട്, ഇസഹാക്കുണ്ട്, യാക്കോബുണ്ട്, വീണ്ടും അനേക ഭക്തന്മാരുണ്ട്. ഇവരാരും മക്കളുടെ പരിരക്ഷയിലല്ല ജീവിച്ചത്. ഒരമ്മയും പറഞ്ഞാട്ടെ. നോക്കുക, ഈ ഇസഹാക്കിന്റെ കാര്യം തന്നെ നോക്കുക. യാക്കോബ് എവിടെ പോയി? അമ്മായിയപ്പൻ്റെ അടുക്കിലേക്ക് പോയി. ഏശാവ് ആ ഇസഹാക്കിനെ വിട്ടുപോയി, നേരെ എതിരായിട്ട് പ്രവർത്തിച്ചു. ഇഷ്ടമില്ലാത്ത സ്ത്രീകളെ വിവാഹം കഴിച്ച് ജീവിച്ചു. ഇപ്പോൾ ആരാണ്? ഇസഹാക്ക് എവിടാണ്? ഇസഹാക്കും റിബേക്കയും ഒറ്റയ്ക്കാണ്. അവർക്ക് മക്കളിൽ ആശ്രയിക്കാൻ കഴിയുന്നില്ല. എങ്കിലും അവർ ശ്രേഷ്ഠമായി പരിപാലിക്കപ്പെട്ടു.
അതാണ് നിന്റെ ദൈവം. ഒരമ്മയും പറഞ്ഞാട്ടെ, നീ ദൈവത്തിൽ ആശ്രയിക്കുമെങ്കിൽ മക്കൾ നിന്നെ ആശ്രയിക്കും. നീ മക്കളിൽ ആശ്രയിക്കേണ്ടി വരത്തില്ല. ഒരമ്മയും പറഞ്ഞാട്ടെ, ഓ വാർദ്ധക്യത്തിലും അവൻ നിന്നെ ചുമക്കും, നരയ്ക്കുമ്പോളം അവൻ നിന്നെ എന്നും നീ തലമുറയ്ക്ക് ഒരു അനുഗ്രഹമായി. മക്കളുടെ പണം കൊണ്ട് ജീവിക്കേണ്ട ഗതികേട് വരത്തില്ല. നിനക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം അറിയാത്ത വഴികളെ തുറക്കും, അത്ഭുത വഴികളെ തുറക്കും. നീ രോഗിയായി കിടക്കത്തില്ല, അലഞ്ഞു തിരിയേണ്ടി വരത്തില്ല. ദൈവം നിന്നെ പരിപാലിക്കും, സംരക്ഷിക്കും, സൂക്ഷിക്കും. അബ്രഹാമിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം നിന്റെ ദൈവമാണ്. യാക്കോബിന്റെ കാര്യത്തില് അല്പ വ്യത്യാസം ഉണ്ടായി. യൗസേപ്പിന്റെ അടുക്കൽ ആർക്ക് വരേണ്ടി വന്നു? യാക്കോബിന്. അതിന്റെ കാര്യം എന്നറിയാമോ? ദൈവത്തിന്റെ ഒരു നിശ്ചയമാണ്. യൗസേപ്പ് ദർശനമുള്ളവനായിരുന്നു. ദർശനമുള്ളവന് കീഴ്പ്പെടുക അതൊരു അടിമത്തമല്ല. ഒരമ്മയും പറഞ്ഞാട്ടെ, ഓ കർത്താവിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നവന് കീഴ്പ്പെടുക അതൊരു അടിമത്തമല്ല, അതൊരു അനുഗ്രഹമാണ്. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. ജീവിക്കുന്നുവെങ്കിൽ കർത്താവിന് വേണ്ടി ജീവിക്കണം. അടിമയാകുന്നുവെങ്കിൽ കർത്താവിന്റെ വേലയ്ക്ക് അടിമയാകണം. അടിമയാകുന്നത് കർത്താവിന്റെ ദാസന് അടിമയാകണം. വിശ്വസിക്കുന്നവർ ഒന്ന് കരം ചേർത്തടിച്ച് നോക്കുക. ദൈവത്തോട് അപേക്ഷ കഴിക്കണം. അവിടെ വായിക്കുന്നു, അവൾ കഴിച്ച അപേക്ഷ അവൾക്ക് കിട്ടി. അവിടെ ആഗ്രഹം എന്താണ്? ഒരു പുരുഷ സന്താനത്തെ വേണം. എന്തിനു വേണ്ടിയാണ്? ദൈവ വേലയ്ക്ക് കൊടുക്കുവാൻ. ഞാൻ ചോദിക്കട്ടെ, നിനക്കൊരു നന്മ കിട്ടിയാൽ അതിന്റെ ആദ്യത്തെ ഒരു നല്ല പങ്ക് ദൈവത്തിന് കൊടുക്കാൻ നീ താല്പര്യപ്പെടുമോ? രാമൻ പറഞ്ഞാട്ടെ, ഓ ഒരു ഭവനം കിട്ടിയാൽ ആ ആദ്യത്തെ ഭവനം ദൈവത്തിന് കൊടുക്കാൻ നീ താല്പര്യപ്പെടുമോ? അങ്ങനെയെങ്കിൽ 100 ഭവനങ്ങൾ അവൻ നിനക്കൊരുക്കും. നിങ്ങളുടെ പാസ്റ്റർ ചരിത്രമാണ് ഞാൻ വിളിച്ചു പറയുന്നത്. 1-ാം സ്ഥാനം ദൈവത്തിന് കൊടുക്ക്. 1-ാമത്തെ കുഞ്ഞിനെ ദൈവത്തിന് കൊടുക്ക്. വരുന്ന എല്ലാ കുഞ്ഞുങ്ങളും അനുഗ്രഹമായി മാറും. നിങ്ങൾക്കറിയാമോ? വീട്ടിൽ വായിച്ച് നോക്കിയാൽ മതി. ഹന്ന ആദ്യത്തെ പുരുഷ സന്താനത്തെ ആർക്ക് കൊടുത്തു? അവിടെ വായിക്കുന്നു, അവൾക്ക് വീണ്ടും കുഞ്ഞുങ്ങളെ കിട്ടി. പുത്രന്മാരെയും പുത്രിമാരെയും ആർക്ക് കിട്ടി? ഹന്നായിക്ക് കിട്ടി. ദൈവത്തിന് കൊടുത്താൽ അവൻ നിനക്ക് ധാരാളമായി പ്രതിഫലം നൽകും. വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ഒന്ന് കരം ചേർത്തടിച്ച്. ഈ ദൈവം ആർക്കും കടക്കാരനല്ല. ദൈവത്തോട് അപേക്ഷ കഴിക്ക്. നീ ചോദിക്കും പോലെ അത്ഭുതം അവൻ ചെയ്യും. വീണ്ടും വായിക്കാം, ദൈവത്തോട് അടുത്തു ചെല്ലണം. ഇത് യാക്കോബിന്റെ പുസ്തകം 4-ാം അധ്യായം 8-ാമത്തെ വാക്യം. യാക്കോബ് 4-ന്റെ 8-ാമത്തെ വാക്യം. ദൈവത്തോട് അടുത്തു ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. ദൈവത്തോട് അടുത്തു ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളോടും. അതിന്റെ അർത്ഥം എന്താണ്? ദൈവത്തോട് അകന്നു പോയാൽ അവൻ നിങ്ങളോടും അകന്നു പോകും. ദൈവത്തോട് പിന്മാറിപ്പോയാൽ അവൻ നിങ്ങളോടും പിന്മാറിപ്പോകും. മടങ്ങി വന്നാൽ മടങ്ങി വരുന്ന ദൈവം, നാമത്തെ അറിഞ്ഞാൽ ഉയർത്തുന്ന ദൈവം, മാനിച്ചാൽ മാനിക്കുന്ന ദൈവം. ഓ സ്തുതിയോടെ അടുത്തു വന്നാൽ, മഹത്വത്തോടെ അടുത്തു വരുന്ന ദൈവം, പ്രാർത്ഥനയോടെ അടുത്തു വന്നാൽ മറുപടിയോടെ അടുത്തു വരുന്ന ദൈവം, യാചനയോടെ അടുത്തു വന്ന അത്ഭുതത്തോടെ അടുത്തു വരുന്ന ദൈവം. വിശ്വസിക്കുന്നവർ കരം ചേർത്തടിച്ച് ശക്തിയോടെ അടുത്തു വന്നാൽ അടുത്തു വരുന്ന ദൈവത്തോട് അടുത്തു ചെല്ലണം. വീണ്ടും വായിക്കുന്നു, നിശ്ചയ ദാർഢ്യത്തോടെ അപേക്ഷിക്കണം. 1 ദിനവൃത്താന്തം 4-10 വാക്യം. 1 ദിനവൃത്താന്തം 4-10 വാക്യം. എബ്ബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എന്റെ അതിർ വിസ്താരമാക്കുകയും. ആ അധ്യായം നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം. തുടക്കം മുതൽ ഒരുപാട് തലമുറയുടെ കാര്യം പറയുകയാണ്. അതെല്ലാം ഒരു വാക്കിൽ നിർത്തിയപ്പോൾ, യബ്ബേസിന്റെ കാര്യം വന്നപ്പോൾ 2 വാക്യങ്ങൾ അവന് വേണ്ടി വേർതിരിച്ചു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. അവിടെ വായിക്കുന്നു, യബ്ബേസ് സഹോദരന്മാരെക്കാൾ മാന്യനായിരുന്നു. ഒരമ്മയും പറഞ്ഞാട്ടെ, വാസ്തവത്തിൽ അവൻ മാന്യനല്ല. ലോകപ്രകാരം വ്യസനപുത്രനാണ്. അമ്മ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു. അവൻ ആരാണ്? ലോകപ്രകാരം വ്യസനപുത്രനാണ്. പക്ഷേ അവൻ പ്രാർത്ഥിച്ച് മാന്യനായി മാറി. ഒരമ്മയും പറഞ്ഞാട്ട്, അവൻ പ്രാർത്ഥിച്ച് മാന്യനായി മാറി. ഓ നീ ലോകപ്രകാരം വ്യസനപുത്രി ആയിരിക്കാം, തള്ളപ്പെട്ടവളായിരിക്കാം, വിടക്കെന്ന് എണ്ണപ്പെട്ടവളായിരിക്കാം. പ്രാർത്ഥിച്ചാൽ നിനക്ക് മാന്യയാകാം, പ്രാർത്ഥിച്ചാൽ മാന്യനാകാം. ഒന്ന് കരങ്ങളെ ചേർത്തടിച്ച് ഭക്തിയോടെ സ്തുതിക്കട്ടെ. പ്രാർത്ഥിച്ച് ഓ അവൻ മാന്യനായി മാറി.
അവൻ എന്താ പ്രാർത്ഥിച്ചത്? അവൻ ആരോടാ പ്രാർത്ഥിച്ചത്? ഇസ്രായേലിന്റെ. അപ്പോൾ അവന് ആരോട് പ്രാർത്ഥിക്കണം എന്ന വെളിപ്പാട് കിട്ടി. മക്കളെ, അവിടെ ഒരു 80% മറുപടിയായി. ഒരാമേൻ പറഞ്ഞാട്ടെ. നമ്മുടെയൊക്കെ ഭാഗ്യം എന്താണ്? ഒരു സത്യ ദൈവത്തെ വെളിപ്പെട്ട് കിട്ടി. ഒരാമേൻ പറഞ്ഞാട്ടെ. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവത്തെ, പ്രാർത്ഥന പോലെ ചെയ്യുന്ന, അതിലുപരിയായി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കിട്ടി. അതാണ് 80% നമ്മുടെ പ്രാർത്ഥനയ്ക്കുള്ള മറുപടി. ഒന്ന് കരങ്ങളെ ചേർത്തടിച്ച് ഭക്തിയോടെ സ്തുതിക്കട്ടെ. അവൻ എന്താ പ്രാർത്ഥിച്ചത്? നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണം. വീണ്ടും പ്രാർത്ഥിച്ചു, എൻ്റെ അതിർ വിസ്താരമാക്കണം. ഏതു കാര്യത്തിൽ എന്ന് പറഞ്ഞില്ല, എത്രമാത്രം എന്ന് പറഞ്ഞില്ല. ഒരാമൻ പറഞ്ഞാട്ടെ. അവൻ പറയാണ്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണം. വീണ്ടും പറയാണ്, നീ എൻ്റെ അതിർ വിസ്താരമാക്കണം. ഏത് കാര്യത്തിൽ? എല്ലാ കാര്യത്തിലും. ഒരാമൻ പറഞ്ഞാട്ടെ. അതാണ് അവന്റെ താല്പര്യം. സാമൂഹ്യമായി നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണം. സാമ്പത്തികമായി എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണം. സൗന്ദര്യപരമായി എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണം. തലമുറപരമായി എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണം. സഞ്ചാരപരമായി, പുറപ്പാടുമായി ബന്ധപ്പെട്ട്, കൊയ്ത്തുമായി ബന്ധപ്പെട്ട് നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണം. എത്രമാത്രം അനുഗ്രഹിക്കണം? എത്രമാത്രം നിനക്ക് അനുഗ്രഹിക്കാൻ കഴിയുമോ അത്രമാത്രം. ഒന്ന് കരനീട്ടി പറഞ്ഞാട്ടെ. എത്രമാത്രം മാനിക്കാൻ കഴിയുമോ അത്രമാത്രം. എത്രമാത്രം പുറപ്പെടുവിക്കാൻ കഴിയുമോ അത്രമാത്രം. എത്രമാത്രം സംരക്ഷിക്കാൻ കഴിയുമോ അത്രമാത്രം. എത്രമാത്രം ഉയർത്താൻ കഴിയുമോ അത്രമാത്രം. ഹല്ലേലൂയ. വാസ്തവത്തിൽ അവന്റെ പ്രാർത്ഥനയിൽ നമുക്ക് പൂരിപ്പിക്കാൻ ചിലത് കിട്ടി. ഞാൻ ചോദിക്കട്ടെ, നിന്റെ പ്രാർത്ഥനയിൽ മറ്റുള്ളവർക്ക് പൂരിപ്പിക്കാൻ കിട്ടുമോ? ആ നിലവാരങ്ങൾ വേണം പ്രാർത്ഥിക്കുവാൻ. ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധ ഏകാഗ്രമാക്കരുത്. എല്ലാ നിലവാരങ്ങളിലും അനുഗ്രഹം വേണം. ഒരാമേൻ പറഞ്ഞാട്ടെ. എല്ലാ നിലവാരങ്ങളിലും മാനിക്കുവാൻ കഴിവുള്ളൊരു ദൈവത്തെയാണ് നീ സേവിക്കുന്നത്. നീ നിന്നെ തന്നെ ചുരുക്കരുത്, ഒതുക്കരുത്, അടക്കരുത്. എന്തും എവിടെയും പ്രവർത്തിപ്പാൻ, ആരെയും നിനക്ക് അനുകൂലമാക്കുവാൻ, ഏതു പട്ടണത്തിലേക്കും പുറപ്പെടുവിക്കുവാൻ, ഏത് അടിമത്തത്തെയും തകർക്കുവാൻ, ഏത് രോഗത്തെയും സൗഖ്യമാക്കുവാൻ, ഏത് മരിച്ച അവസ്ഥകൾക്കും മാറ്റം വരുത്തുവാൻ, ഏത് ശാപങ്ങളെയും മുറിക്കുവാൻ, ഏത് കെട്ടിനെയും അഴിക്കുവാൻ, ഏത് പ്രവാസങ്ങളെയും തകർക്കുവാൻ ശക്തിയുള്ള, അധികാരമുള്ള, പവറുള്ള ഒരു ദൈവത്തെയാണ് സേവിക്കുന്നത്. വിശ്വസിക്കാമെങ്കിൽ കരം ചേർത്തടിച്ച് ശക്തിയോടെ. അപ്പോൾ നിശ്ചയദാർഢ്യത്തോടെ പ്രാർത്ഥിക്കണം. നമുക്ക് ഒരു കാര്യം നിശ്ചയം വേണമെങ്കിൽ എന്ത് വേണം? നല്ലൊരു വിശ്വാസം വേണം. രാമൻ പറഞ്ഞാട്ടെ. ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന് എന്നെ മാനിക്കാൻ കഴിയും. എന്റെ വിഷയത്തിൽ അത്ഭുത വഴി തുറക്കുവാൻ കഴിയും, എന്നെ ഉയർത്തുവാൻ കഴിയും എന്ന അചഞ്ചലമായൊരു വിശ്വാസം അകത്തുണ്ടെങ്കിൽ മാത്രമേ നിശ്ചയദാർഢ്യത്തോടെ, അവകാശബോധത്തോടെ പ്രാർത്ഥിക്കാൻ കഴിയൂ. മുമ്പോട്ട് പോകാം. ആദ്യം പ്രാർത്ഥിക്കണം ദൈവത്തോടെ. ആദ്യം വായിക്കും നെഹമ്യാവിന്റെ പുസ്തകം 2-ാം അധ്യായം 4-ാമത്തെ വാക്യം. വേഗത്തിൽ നെഹമ്യാവ് 2:4 വാക്യം. രാജാവ് എന്നോട് നിന്റെ അപേക്ഷ എന്ത് എന്ന് ചോദിച്ചു. ഉടനെ ഞാൻ സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട്. നോക്കുക, നെഹമ്യാവ് ഒരു ദിവസം അവൻ അവിടെ ഇരിക്കുമ്പോൾ, അവനൊരു പ്രവാസിയാണ്. അവനെ പ്രവാസിയായിട്ട് പിടിച്ചുകൊണ്ടുവന്നതാണ്. എന്നാൽ കുറെ പേരെ അവിടെ ഒഴിവാക്കപ്പെട്ടു. അപ്പോഴാണ് ഒരു ദിവസം അവന്റെ സഹോദരൻ അവനെ തേടി വരുന്നത്. ഹനാനി ചോദിച്ചു, എങ്ങനെയുണ്ട് അവിടുത്തെ കാര്യങ്ങൾ? ഹനാനി പറയാണ്, അയ്യോ കഷ്ടമാണ് അവിടുത്തെ കാര്യങ്ങൾ. അവിടുത്തെ മതിലുകൾ ഇടിഞ്ഞു കിടക്കുകയാണ്, തീവത്ത് കൊണ്ട് വെന്ത് കിടക്കുകയാണ്. ഇത് കേട്ടപ്പോൾ നെഹമ്യാവിരുന്ന് കരയുവാൻ തുടങ്ങി. അവൻ പാർക്കുന്ന പട്ടണം, അവൻ ജനിച്ച പട്ടണത്തിൽ ദൈവപ്രവൃത്തി ഇല്ലാതെ ഭാരപ്പെടുന്ന മതിലുകൾ ഇടിഞ്ഞു കിടക്കുന്നു. അവൻ അപ്പോൾ ആരാണ്? രാജാവിൻ്റെ പാനപാത്രവാഹകനാണ്. ദുഃഖത്തോടെ പാനപാത്രം എടുത്തു കൊടുത്തു. രാജാവ് നോക്കിയപ്പോഴത്തേക്ക് മുഖത്ത് വല്ലാത്ത ക്ഷീണം. രാജാവ് പറഞ്ഞു, ഇത് രോഗമല്ല, ഇത് മനോദുഃഖമാണ്. എന്താ അതിൻ്റെ പ്രശ്നം പറ. അവൻ പറയുകയാണ്, എൻ്റെ സ്വന്തം നാട്ടിൽ മതിലുകൾ തീ കൊണ്ട് വെന്ത് കിടക്കുമ്പോൾ, ഇടിഞ്ഞു കിടക്കുമ്പോൾ എൻ്റെ മുഖം എങ്ങനെ സന്തോഷമായിരിക്കും?
പ്രിയമക്കളെ, കൊല്ലം പട്ടണം ആത്മീയമായി തകർന്നു കിടക്കുമ്പോൾ എങ്ങനെ നീ സന്തോഷത്തോടിരിക്കും? ഒരു ആത്മഭാരം നിന്റെ അകത്ത് വരട്ടെ. കൊല്ലത്ത് ആയിരക്കണക്കിന് ജീവിതങ്ങൾ നഷ്ടപ്പെടുമ്പോൾ, തകർന്നു പോകുമ്പോൾ, പ്രാർത്ഥനാ മതിലുകൾ ഇടിഞ്ഞു കിടക്കുമ്പോൾ, ഉണർവിന്റെ മതിലുകൾ ഇടിഞ്ഞു കിടക്കുമ്പോൾ നിനക്ക് എങ്ങനെ സുഖിക്കാൻ കഴിയും? എങ്ങനെ നിർവിചാരകനായി ഇരിക്കുവാൻ കഴിയും? ആത്മഭാരത്തോട് പ്രവർത്തിക്കേണ്ട സമയങ്ങളാണ്. വിശ്വസിക്കുന്നവർ ഒന്ന് കരം ചേർത്തടിച്ച് ശക്തിയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. നോക്കുക, അവൻ വല്ലാതെ ഭാരപ്പെട്ടിരിക്കുകയാണ്. രാജാവ് ചോദിക്കുന്നു, നിനക്ക് എന്ത് വേണം? പെട്ടെന്ന് അവൻ കാര്യം പറയുകയല്ല, ഒന്ന് പ്രാർത്ഥിച്ചു. അവിടെ വായിക്കുന്നു, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട്. അല്പസമയമേ കിട്ടിയുള്ളൂ. രാജാവ് ചോദിക്കുകയാണ്, മറുപടി പറയണം, പെട്ടെന്ന് പറയണം. അവിടെ താമസിക്കാൻ പാടില്ല. രാജാവാണ് ചോദിക്കുന്നത്. പക്ഷേ അതിൻ്റെ നടുവിലും എന്ത് ചെയ്തു? ഒരു കർത്താവേ, ഞാൻ ചോദിക്കാൻ പോകുന്ന കാര്യം എനിക്ക് കിട്ടിയേ പറ്റൂ. ഞാൻ ലജ്ജിക്കുവാൻ നീ അനുവദിക്കരുത്. എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭ്യമായേ പറ്റൂ. നീയാണ് രാജാവിൻ്റെ ഹൃദയത്തെ എങ്കിലേക്ക് തിരിക്കുന്നത്. രാജാവിൻ്റെ ഹൃദയം നിന്റെ കയ്യിൽ നീർത്തോട് കണക്കേ ഇരിക്കുന്നു. അതുകൊണ്ട് എന്നോട് പ്രാർത്ഥിക്കുന്നു, സ്വർഗത്തിന് ദൈവം ഈ കാര്യം സാധിപ്പിക്കും. ഞാൻ പ്രാർത്ഥിച്ചിട്ട് കാര്യം അവതരിപ്പിച്ചു. നോക്കുക, അവൻ എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം രാജാവ് കൊടുക്കുവാനിടയായി. ഏത് വിഷയത്തിലും നീ ദൈവത്തോട് ആദ്യം പ്രാർത്ഥിക്കണം. ഒരു വസ്തു കാണുന്നു, ചാടിക്കേറി മേടിക്കരുത്. ഒരു ജോലിയുടെ ക്ഷണം വരുന്നു, ചാടിക്കേറി പ്രവേശിക്കരുത്. ഒരു പുറപ്പാടുമായിട്ട് ഒരു ആലോചന വരുന്നു, പെട്ടെന്ന് ചാടിക്കേറി പോകരുത്. ആദ്യം ദൈവത്തോട് പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ കരം ചലിച്ചേ മതിയാ. ഈ വിഷയത്തിൽ നിന്റെ പദ്ധതി എന്താണ്? ഈ വിഷയത്തിൽ കർത്താവ് നീ എന്താണ് എന്നോട് പറയുന്നത്? നിന്റെ ഹിതം എന്താണ്? ഓ, നിന്റെ തീരുമാനം എന്താണ്? നിന്റെ നന്മയ്ക്കായി മാറുമോ? തിരുനാമത്തിന് മഹത്വമായി തീരുമോ? മുട്ടുമടക്കി പ്രാർത്ഥിച്ച് ചോദിക്കുമെങ്കിൽ, പ്രാർത്ഥിച്ച് മുന്നേറുമെങ്കിൽ അസാധാരണ വഴികൾ രാജാവിനെ കൊണ്ടായാലും അസാധാരണ വഴികൾ നിനക്ക് വേണ്ടി തുറക്കുവാൻ ദൈവം ശക്തനാണ്. ആദ്യം പ്രാർത്ഥിക്കണം ദൈവത്തോട്. വീണ്ടും ആദ്യം രാത്രി പ്രാർത്ഥനയിൽ കഴിക്കണം. വായിക്കാം ലൂക്കോസ് 6:12 ദൈവത്തോട്. ആ കാലത്ത് അവൻ പ്രാർത്ഥിക്കേണ്ടതിന് ഒരു മലയിൽ ചെന്ന് ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു. നോക്കുക, യേശുവിന്റെ ശുശ്രൂഷയിൽ അതിപ്രധാനമായ ഒരു സന്ദർഭം, ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്ന സന്ദർഭം. 12 പേരെ കൂടെ നിൽക്കുന്ന മനസ്സാക്ഷി സൂക്ഷിപ്പുകാരായി കൂടെ നിൽക്കുന്ന 12 പേരെ തിരഞ്ഞെടുക്കണം. എന്ത് ചെയ്തു? രാത്രി മുഴുവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ചില അസാധാരണ തീരുമാനങ്ങളുടെ മുമ്പിൽ നീ രാത്രി മുഴുവൻ പ്രാർത്ഥിക്കണം. എന്നെ കേൾക്കുന്ന ബാല്യക്കാരെ, എന്നെ കേൾക്കുന്ന യൗവനക്കാരെ, ചില അസാധാരണ തീരുമാനങ്ങളുടെ മുമ്പിൽ രാത്രി മുഴുവൻ പ്രാർത്ഥിക്ക്. നല്ല ബുദ്ധിയും ജ്ഞാനവും ദൈവം നൽകും. ശ്രേഷ്ഠമായതിനെ തക്ക തുണയായി തിരഞ്ഞെടുത്ത് നൽകും. വിശ്വസിക്കുന്നവർ ചേർന്ന് സ്തുതിക്കുവാൻ തയ്യാറാകട്ടെ. ഏത് അടിമത്തങ്ങളെയും തകർത്തുകൊണ്ട് നിന്നെ മാനിക്കുവാൻ ശക്തനായൊരു ദൈവമുണ്ട്. പുറപ്പാടുകളുടെ ദൈവം നിന്റെ ദൈവമാണ്. ഇതുവരെ കാണാത്ത, ഇതുവരെ കേൾക്കാത്ത വഴികൾ നിനക്ക് വേണ്ടി മാത്രമായി തുറക്കും. വിശ്വസിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കട്ടെ. ആദ്യം രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുക ദൈവത്തോട്. 8ാമത്തെ കാര്യം പറഞ്ഞോട്ടെ, ദൈവത്തോട് കുറ്റമില്ലാത്ത മനസ്സാക്ഷി. പ്രവർത്തികൾ 24:16 അതുകൊണ്ട് എനിക്ക് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസ്സാക്ഷി എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കാൻ. നമുക്കറിയാം, പൗലോസിന്റെ കാര്യമാണ്. പൗലോസിനെ അന്യായമായി തടവിൽ വെച്ചിരിക്കുകയാണ്, നിന്ദിക്കുകയാണ്. പൗലോസ് ചോദിക്കുന്നു, ഞാൻ എന്തെങ്കിലും കുറ്റം ചെയ്തോ? സഭയ്ക്കെതിരായിട്ട്, ദൈവപ്രവൃത്തിക്കെതിരായിട്ട് എന്തെങ്കിലും ചെയ്തോ? ഈ ഇവിടുത്തെ ഭരണത്തിനെതിരായിട്ട് എന്തെങ്കിലും ചെയ്തോ? ഞാൻ തിന്മ പ്രവർത്തിച്ചോ? ഇല്ല. യെസ്, എനിക്ക് ദൈവത്തോടും മനുഷ്യരോടും എന്തുണ്ട്? കുറ്റമറ്റ മനസ്സാക്ഷിയുണ്ട്. ദൈവത്തോട് എന്ത് വേണം? കുറ്റമറ്റ മനസ്സാക്ഷി വേണം. അതിനോട് താല്പര്യപ്പെടണം, പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്നോട് കുറ്റമല്ല മറ്റ മനസ്സാക്ഷി. പ്രാർത്ഥനാക്കുറവ് വരുമ്പോഴാണ് കുറ്റമുള്ള മനസ്സാക്ഷി വരുന്നത്. വചനധ്യാനക്കുറവ് വരുമ്പോഴാണ് കുറ്റമുള്ള മനസ്സാക്ഷി വരുന്നത്. ദൈവത്തോട് അകന്നു പോകുമ്പോഴാണ് കുറ്റമുള്ള മനസ്സാക്ഷി വരുന്നത്. ആത്മാക്കളെ നേടാതെ വരുമ്പോഴാണ് കുറ്റമുള്ള മനസ്സാക്ഷി വരുന്നത്. ആലയം മുടക്കുമ്പോഴാണ് കുറ്റമുള്ള
എന്നാൽ കുറ്റമില്ലാത്തൊരു മനസ്സാക്ഷി, പ്രാർത്ഥനയിൽ നിരന്തരം ദൈവവുമായി ബന്ധപ്പെട്ട് വിശ്വാസത്തിൽ വർദ്ധിച്ച് വചനം വായിച്ച് ആരാധനയ്ക്ക് വില കൊടുത്ത് വിശ്വാസം പങ്കുവെച്ച് കാഴ്ചപ്പാടുകൾ മുന്നോട്ട് പോയി ആത്മാക്കളെ നേടിക്കൊണ്ട് ദൈവത്തോട് കുറ്റമില്ലാത്ത ഒരു മനസ്സാക്ഷി സ്വീകരിക്കുക. അവസാനത്തെ കാര്യം പറഞ്ഞോട്ടെ. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 6-ാമത്തെ വാക്യം. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടെ ദൈവത്തോട് അറിയിക്കുക. 2025 നീ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. അവൻ അത് ചെയ്തു, അവൾ അത് ചെയ്തു, ആ നിയമം പ്രതികൂലമാണ്, ഈ നിയമം പ്രതികൂലമാണ്, അവിടെ പോകാൻ ഒക്കുന്നില്ല, ഇവിടെ പോകാൻ ഒക്കും, ഇതൊന്നും നീ വിചാരപ്പെടരുത്. ഇതെല്ലാം ദൈവത്തിന് വിട്ടേക്കുക. നിന്റെ ആവശ്യങ്ങൾ പ്രാർത്ഥനയാലും അപേക്ഷയാലും ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക. അത്രയും വേണ്ടത്. ദൈവകരങ്ങളിലേക്ക് വിഷയം ഏൽപ്പിക്കുമെങ്കിൽ അത്ഭുത വഴികൾ ദൈവം തുറക്കും. മനുഷ്യൻ എന്തും പറയട്ടെ, നിയമം എന്തുമായിക്കോട്ടെ, പ്രമാണങ്ങൾ എന്തുമായിക്കോട്ടെ, പ്രതികൂലം എന്തുമായിക്കോട്ടെ, ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുമെങ്കിൽ അറിയാത്ത വഴികളെ ദൈവം തുറക്കും. അത്ഭുത വഴികളെ ദൈവം ഇതുവരെ കാണാത്ത, ഇതുവരെ കേൾക്കാത്ത പുതുവഴികളെ ദൈവം തുറക്കും. 2025 ദൈവത്തോടുള്ള നിന്റെ സമീപനം എന്താണ്? കൂടെ നടക്കണം, മല്ലു പിടിക്കണം, അപേക്ഷ കഴിക്കണം, അടുത്തു ചെല്ലണം, നിശ്ചയദാർഢ്യത്തോട് പ്രാർത്ഥിക്കണം, ആദ്യം പ്രാർത്ഥിക്കണം, രാത്രി മുഴുവൻ പ്രാർത്ഥിക്കണം, കുറ്റമില്ലാത്ത മനസ്സാക്ഷി വേണം, ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ അറിയിക്കണം. എഴുന്നേൽക്കാം. കേൾക്കപ്പെട്ട വചനം ഏറ്റെടുത്തുകൊണ്ട് ഇപ്പോൾ രാജമ്പായി പ്രാർത്ഥിക്കുന്നതാണ്. അപ്പോൾ കർത്താവിന് കൊടുക്കുകയും ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. കർത്താവേ, അടുക്കിലേക്ക് വരുന്ന കർത്താവേ, കേൾപ്പിച്ച നല്ല വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. വീണ്ടും ഞങ്ങൾക്ക് നല്ലൊരു പകൽക്കാലം, നല്ല വിശുദ്ധ പകൽക്കാലം തന്നതിനായി നന്ദി പറയുന്നു കർത്താവേ. അപ്പോൾ തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളും ഏറ്റവും അനുഗ്രഹമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്തൃമേശ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ, ഏറ്റവും അനുഗ്രഹമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രാർത്ഥനയാജൻ കെട്ടിക്കാ സ്തോത്രം. ദൈവാസനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശക്തിയോടെ, ബലത്തോടെ, ജയത്തോടെ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വം യേശു നാമം തന്നെ. ആമേൻ ആമേൻ. ഞാൻ ചില കാര്യം വിട്ടുപോയി. നമ്മുടെ ഡാളിമ മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിലാണ്. അനി ബ്രദറും അവിടെയാണ്. വേറൊന്നും കൊണ്ടല്ല, അവർക്ക് മുട്ടിന് പ്രയാസം, നിൽക്കാൻ വയ്യ. അപ്പോൾ അത് മാറ്റിവെച്ചു. ഒരു മുട്ട് മാറ്റിവെച്ചു. അടുത്ത മുട്ട് തിങ്കളാഴ്ച അല്ലേ മാറ്റിവെക്കും. അതുകൊണ്ടാണ് പലരും ഇവിടെ ഇല്ല. അവർ പലരും ആ ഹോസ്പിറ്റലൊക്കെയാണ്. കർത്താവ് വേഗത്തിൽ സൗഖ്യമാക്കട്ടെ. കർത്താവിന് കഴിയാത്ത കാര്യമില്ല. ഒരു വാക്കിലൊന്ന് പ്രാർത്ഥിക്കാൻ വിട്ടുപോയ കാര്യമാണല്ലോ. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ഡാളിമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൂതനെ അയച്ച്, ഡോക്ടർ ഡിഗ്രിയുള്ള ദൂതനെ അയച്ച് ചികിത്സ അങ്ങ് ചെയ്യണം. കഴിയും കർത്താവ്. വളരെ വേഗത്തിൽ എഴുന്നേൽക്കട്ടെ, ആലയത്തിൽ വരട്ടെ, തിരുനാമത്തിൽ മഹത്വമായി തീരട്ടെ. യെസ്, ചേർന്ന് പാട്ട് പാടുമ്പോൾ കർത്താവിന് കൊടുക്കുകയും ചെയ്യാം. 1-ാമത്തെ ഞായറാഴ്ചയാണ്. ദൈവത്തിന് കൊടുക്കുക. എല്ലാ ഞായറാഴ്ചയും അനുഗ്രഹമാകട്ടെ. കമാൺ, ദിനം ദിനം നീ വാഴ്ത്തുക. ഹല്ലേലൂയ. യെസ്. ദിനം 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 നീ വാഴ്ത്തുക, യേശുവിൻ പൈതലേ നീ അനുദിനവും പാടി വാഴ്ത്തുക. ഓ യേശുവിന്റെ പൈതലേ നീ അനുദിനവും പാടി വാഴ്ത്തുക. ദിനം 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 നീ വാഴ്ത്തുക, യേശുവിൻ പൈതലേ നീ അനുദിനവും പാടി വാഴ്ത്തുക. ഓ യേശുവിൻ പൈതലേ നീ അനുദിനവും പാടി വാഴ്ത്തുക. ഞാൻ നിത്യം ചാരിടും എന്നേശു മാർവത്, ഞാൻ നിത്യം ചാരിടും എന്നേശു മാർവത്. നല്ലവൻ വല്ലവൻ എന്നേശു എത്ര നല്ലവൻ, നല്ലവൻ വല്ലവൻ എന്നേശു എത്ര നല്ലവൻ. എന്നേശു പൊന്നേശു എനിക്കെത്ര നല്ലവൻ. ഓ എന്നേശു പൊന്നേശു എനിക്കെത്ര നല്ലവൻ.
ദിനം 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 നീ വാഴ്ത്തുക യേശുവിൻ പൈതലേ നീ അനുദിനവും പാടി വാഴ്ത്തുക യേശുവിൻ പൈതലേ നീ അനുദിനവും പാടി വാഴ്ത്തുക കൽവറി രക്തമേ യേശുവിൻ രക്തമേ കൽവറി രക്തമേ യേശുവിൻ രക്തമേ കൽവറിയിൽ യേശുദാൻ സ്വന്തം രക്തം ചിന്തിനൻ കൽവറിയിൽ യേശുദാൻ സ്വന്തം രക്തം ചിന്തിനൻ പാപത്തെ ശാപത്തെ നീക്കി തന്റെ രക്തത്താൽ പാപത്തെ ശാപത്തെ നീക്കി തന്റെ രക്തം ദിനം 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 നീ വാഴ്ത്തുക യേശുവിൻ പൈതലേ നീ അനുദിനവും പാടി വാഴ്ത്തുക യേശുവിൻ പൈതലേ നീ അനുദിനവും പാടി വാഴ്ത്തുക രോഗം ക്ഷീണിച്ചവൻ പാപം വഹിച്ചവൻ രോഗം ക്ഷീണിച്ചവൻ പാപം വഹിച്ചവൻ കൽവറി മലമുകൾ കൈകാലുകൾ വിരിച്ചവൻ കൽവറി മലമുകൾ കൈകാലുകൾ വിരിച്ചവൻ രക്ഷിക്കും യേശുവിൻ പാദത്തിൽ സമർപ്പിക്കാം രക്ഷിക്കും യേശുവിൻ പാദത്തിൽ സമർപ്പിക്കാം ദിനം 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 നീ വാഴ്ത്തുക യേശുവിൻ പൈതലേ നീ അനുദിനവും പാടി വാഴ്ത്തുക യേശുവിൻ പൈതലേ നീ അനുദിനവും പാടി വാഴ്ത്തുക യേശു സന്നിധി എനിക്കെത്ര ആശ്വാസം യേശു സന്നിധി എനിക്കെത്ര ആശ്വാസം ക്ലേശമെല്ലാം മാറ്റിടും രോഗമെല്ലാം നീക്കിടും ക്ലേശമെല്ലാം മാറ്റിടും രോഗമെല്ലാം നീക്കിടും വിശ്വാസത്താൽ നിന്നെ യേശുവിൽ സമർപ്പിക്കാം വിശ്വാസത്താൽ നിന്നെ യേശുവിൽ സമർപ്പിക്കാം ദിനം 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 നീ വാഴ്ത്തുക യേശുവിൻ പൈതലേ നീ അനുദിനവും പാടി വാഴ്ത്തുക യേശുവിൻ പൈതലേ നീ അനുദിനവും പാടി വാഴ്ത്തുക ആത്മാവിൻ ജീവിതം ആനന്ദ ജീവിതം ആത്മാവിൻ ജീവിതം ആനന്ദ ജീവിതം ആത്മാവിൽ നിറയുക ആനന്ദ നദിയും ആത്മാവിൽ നിറയുക ആനന്ദ നദിയും പാനം ചെയ്തിടുക യേശു വേഗം വന്നിടും പാനം ചെയ്തിടുക യേശു വേഗം വന്നിടും ദിനം 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 നീ വാഴ്ത്തുക യേശുവിൻ പൈതലേ നീ അനുദിനവും പാടി വാഴ്ത്തുക യേശുവിൻ പൈതലേ നീ അനുദിനവും പാടി വാഴ്ത്തുക യേശുവിന്റെ പൈതലേ നീ അനുദിനവും പാടി വാഴ്ത്തുക 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 യേശുവിന്റെ പൈതലാണോ നീ പാടി സ്തുതിക്ക നീ സന്തോഷിക്ക് നിന്നെ സഹായിക്കാൻ ഒരു ദൈവമുണ്ട് കർത്താവിന്റെ മേശയുമായി ബന്ധപ്പെട്ട് അല്പസമയങ്ങൾ വേർതിരിക്കുന്നു ഹല്ലേലൂയ വായിക്കാം പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ